ഒരുപക്ഷെ ഒരു മലവെള്ളപ്പാച്ചിലിൽ, കാലവർഷം വരുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ, വേറെ പല പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും. ആ സമയത്താണ് പാലത്തിൻ്റെ ബലം പരിശോധിക്കപ്പെടുന്നത്. ഇതുപോലെ നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ വർക്ക്, നമ്മുടെ ലൈഫ് എല്ലാം ടെസ്റ്റുകളിലൂടെ, ട്രയലുകളിലൂടെ പോകും. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് ക്യാരീസ് വെയിറ്റ് വിതൗട്ട് കൊളാപ്സിങ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷ പുരസ്സരം എല്ലാവരുമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ സങ്കടമുണ്ട്, വിഷമമുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യകതയുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദയവായി ആ നമ്പറിൽ വിളിക്കുക. ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ്, ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതകരമായ വിടുതലുകൾ നൽകിയതിനെക്കുറിച്ച് എത്രയോ സാക്ഷികൾ നമ്മൾ കേൾക്കുന്നു. കർത്താവ് അതുപോലൊരു വിടുതൽ നിങ്ങൾക്കും നൽകിത്തരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ്. കങ്ങരപ്പടിയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് ഷൈനി പൗലോസാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങ് കൊടുത്ത മറുപടികൾക്കായി നന്ദി, അങ്ങ് കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. ഇനിയും കൂടുതലായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് ഇന്ന് സ്പോൺസർ ചെയ്തവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകിച്ചുള്ള ആരാധന നടക്കുന്നുണ്ട്. ഈ ആരാധനയിൽ നേരിട്ട് വന്ന് സംബന്ധിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് സ്നേഹപുരസ്സരം ഓർപ്പിക്കട്ടെ. അതോടൊപ്പം വേഗത്തിൽ ഇന്നത്തെ നമ്മുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുശേഷം ഇന്നത്തെ ഒരു പ്രത്യേക സന്ദേശമുണ്ട്. ആ സന്ദേശം ഇന്ന് ബ്രദർ ഡാമിൻ നൽകാൻ പോകുകയാണ്. വേഗത്തിൽ ആ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, 10,000 ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ഓ ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദരനെ, 10,000 ഏറ്റവും സുന്ദരനെ, ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരം മേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി, അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ഓ
ഷാരോനിൻ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനെ, ഓ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനെ. വെൽക്കം ബാക്ക്. ആഴ്ചയുടെ അവസാന ദിവസമാണ്. കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഒരാഴ്ച നമ്മളെ കർത്താവ് വഴി നടത്തിയിരിക്കുന്ന നാളൊരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസത്തെ മോർണിംഗ് ഗ്ലോറി എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങളെ, ഒരു ഉപകാരം ചെയ്താൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ദയവായി എങ്ങനെ ഇത് പ്രയോജനപ്പെടുന്നു, നിങ്ങളെങ്ങനെ ഇത് പ്രയോജനപ്പെടുത്തുന്നു. കാരണം പലരും എനിക്കറിയാം ഇത് എടുത്ത് കുടുംബ പ്രാർത്ഥനയിൽ, ചിലപ്പോൾ ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഒക്കെ ഇതിൽ നിന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ, പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വചനം പരക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വചനമാണ്, ദൈവവചനം പരന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവവചനം പരന്നു. ന്യൂസ് സ്പ്രെഡാകുന്നത് പോലെ, കൊറോണ വൈറസ് സ്പ്രെഡായി എന്ന് പറയുന്ന പോലെ തന്നെ ദൈവവചനം സ്പ്രെഡായി. ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ്. പരത്താനുള്ളത് നമ്മളാണ് അതിൻ്റെ ഏജൻസികൾ. അതുകൊണ്ട് കേൾക്കുന്നതിനൊന്നും, ദൂതുകൾക്കൊന്നും റെസ്റ്റ് കൊടുക്കരുത്. നിങ്ങളെവിടെയാണോ അവിടെ, നിങ്ങളുടെ സഹോദരിമാരുടെ മീറ്റിങ്ങോ, യൂത്ത് മീറ്റിങ്ങോ, കുട്ടികളുടെ മീറ്റിങ്ങോ എന്തും ആയിക്കോട്ടെ, അവിടെ എല്ലാം അതതിൻ്റെ വേർഷൻ പോലെ, അതിൻ്റേത് രീതിയിൽ ചില സ്ഥലത്ത് കട്ടി കൂട്ടി, ചില സ്ഥലത്ത് കട്ടി കുറച്ച്, എങ്ങനെയാണ് അതൊക്കെ കൊടുക്കുക. ഏതായാലും ഒരാഴ്ച കർത്താവ് നമ്മെ നടത്തി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇന്ന് മാർച്ച് 14 സാറ്റർഡേ ആണല്ലോ. നിങ്ങളുടെ ഡയറിയിൽ ആ ഭാഗത്തേക്ക് എൻ്റെ റിബൺ കൊണ്ടുവന്ന് വയ്ക്കുക. 4 എത്ര ലൈനുണ്ട്, ആ ലൈൻ എണ്ണിയാലും കുഴപ്പമില്ല, എന്നെ 4 വിഭജിച്ച് വെക്കുക. 4 കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകിച്ച് പറയുക. ഫോക്കസ് വേർഡ് ഈസ് കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത. അതാണ് എൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. പ്രതിബദ്ധത. ചിലർക്ക് പറയാനൊക്കെ പേടിയായിരിക്കും, പറയാൻ ചിലപ്പോൾ പല്ലും നാവൊന്നും വഴങ്ങിത്തരില്ല. അതുകൊണ്ട് അർപ്പണ മനോഭാവം പറയാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സമർപ്പണമെന്നെങ്കിലും പറ. ഗലീഷ്യൻസ് 6:9. അതിനു മുമ്പ് ഈ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള വാക്ക് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. എല്ലാവരും ടൈപ്പ് ചെയ്യുക. കമോൺ കമോൺ കമോൺ. അതുപോലെ മലയാളം പറ്റുന്നവർ പ്രതിബദ്ധത, പ്രതിബദ്ധത ടൈപ്പ് ചെയ്യുക. പ്രതിബദ്ധത, അല്ലെങ്കിൽ അർപ്പണ മനോഭാവം, അല്ലെങ്കിൽ സമർപ്പണം, എല്ലാം ടൈപ്പ് ചെയ്യുക. ഗലാത്യലേഖനം 6:9. ലെറ്റ്സ് നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത്. ഫോർ അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് ദ ഹാർവെസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. തക്ക സമയത്ത് നാം കൊയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ക്രീനിൽ നോക്കി എൻ്റെ ശരിക്കുള്ള മലയാളം നോക്കുക. ഐ റിമെയിൻ സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ വർക്ക് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് ടു മീ. പെർസീവിയറൻസ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്. അവിടെ പറയുന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പ്രവൃത്തിയിൽ, ജോലിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം പെർസീവിയറൻസ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്. കാരണം സ്ഥിരോത്സാഹം ഫലമുളവാക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾ തന്നെ വായിച്ച് ടിക്ക് ചെയ്യണേ. കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് 4 കാര്യങ്ങൾ. നമ്പർ 1, കമ്മിറ്റ്മെൻറ്റ് ഈസ് സ്റ്റേയിങ് വെൻ എക്സൈറ്റ്മെൻറ്റ് ഫെയ്ഡ്സ്. ആവേശം മങ്ങുമ്പോഴും പിടിച്ചു നിൽക്കുന്നതാണ് പ്രതിബദ്ധത. കാരണം എല്ലാത്തിനും തുടക്കത്തിലൊരു ആവേശമുണ്ട്. അതിനൊരു മലയാളം വാക്കുണ്ട്, എനിക്കിഷ്ടമുള്ളതാണ്, ആരംഭശൂരത്വം. കേട്ടിട്ടുണ്ട്? തുടക്കത്തിൽ വീരശൂര പരാക്രമിയായി, ഇപ്പോൾ ഞാനെല്ലാം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുടക്കം. എനിവൺ ക്യാൻ സ്റ്റാർട്ട്, ഫ്യൂ കണ്ടിന്യൂ. തുടങ്ങാൻ എളുപ്പമാണ്, എല്ലാവരും പല കാര്യങ്ങളും തുടങ്ങും. പക്ഷേ
ചിലരെ തുടരുകയുള്ളൂ, പൂർത്തിയാക്കുകയുള്ളൂ. അത് ലോകത്തിലൊക്കെ നോക്കിയാൽ മതി. പല കാര്യങ്ങളും പലരും തുടങ്ങി വയ്ക്കും, പക്ഷേ തുടരില്ല. ചിലർ ചിട്ടി കൂടിയിട്ട് 1, 2, 3 അഴിച്ച് പിന്നെ പോയി അതവിടെ സ്റ്റക്കായി, അങ്ങനെയായി. ചിലർ ബിസിനസ് തുടങ്ങിടക്ക് വെച്ചിട്ടിട്ട് പോകും, ചിലർ പല കോഴ്സുകൾ തുടങ്ങും, ഇട്ടിട്ട് പോകും. എത്രയോ പേര് കോഴ്സുകൾ തുടങ്ങി പൂർത്തിയാകാതെ പോകുന്നു. വിവാഹ ജീവിതം തുടങ്ങി പൂർത്തിയാകാതെ പോകുന്നവരുണ്ട്. Paul does not say start doing good. He says do not become weary. പൗലോസ് ഒരിക്കലും നന്മ ചെയ്ത് തുടങ്ങാനല്ല പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുതെന്നാണ്. പലരും നന്മകൾ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ തളർന്നു പോകരുത്. വിയറിനെസ് അറ്റാക്സ് ലോങ് ബിഫോർ ക്വിറ്റിംഗ് ഡസ്. അതായത് ഈ ഒരാൾ കംപ്ലീറ്റ്ലി നിർത്തിക്കളയുന്നതിന് മുൻപ് തന്നെ തളർച്ച തുടങ്ങും. മടുപ്പ്, തളർച്ച, അയ്യാ മേലാ, അയ്യോ എനിക്കൊന്നും വയ്യ, ഇങ്ങനെ ഒരു തരം മടുപ്പും തളർച്ചയും. ഹീബ്രൂസ് 10:36, എബ്രായ ലേഖനം 10:36, യു നീഡ് ടു പെർസിവിയർ സോ ദാറ്റ് വെൻ യു ഹാവ് ഡൺ ദ വിൽ ഓഫ് ഗോഡ് യു വിൽ റിസീവ് വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ്. അവിടെ പറയുന്നത് കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ സ്വീകരിക്കുവാനായി നിങ്ങൾ ദൈവേഷ്ടം ചെയ്ത് സ്ഥിരോത്സാഹം കാണിക്കേണ്ടത് അനിവാര്യമാണ്. കർത്താവ് പലതും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പക്ഷെ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ സ്ഥിരോത്സാഹത്തോടെ നിൽക്കണം. ജെയിംസ് 1:12, യാക്കോബിൻ്റെ ലേഖനം 1:12, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു പെർസിവിയേഴ്സ് അണ്ടർ ട്രയൽ. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭാഗ്യവാൻ എന്നല്ല ശരിക്കും പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെട്ടവൻ. കഷ്ടത സഹിക്കുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ട്രയൽ നടക്കും. പലതിനും ഒരു ട്രയലുണ്ട്. ഈവൻ ഒരു പ്രോഡക്റ്റ്, ഒരു വാഹനം ഇറക്കുന്നതിന് മുമ്പ് അതിനൊരു ട്രയൽ റണ്ണുണ്ട് ഇല്ലേ? അതുപോലെ എല്ലാത്തിനും ഉണ്ട് ട്രയൽ. ട്രയൽ എന്നുള്ളതിന് പലതും ഉണ്ടല്ലേ. വിചാരണ എന്നർത്ഥമുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള അർത്ഥമുണ്ട്, പരിശോധിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. 1 Corinthians 15:58, 1 Corinthians 15:58, ഓൾവേസ് ഗിവ് യുവർ സെൽസ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. എല്ലായ്പ്പോഴും ദൈവവേലയിൽ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എങ്ങനെയാണെന്ന് നോക്കുക, വർദ്ധിച്ചു വരുന്നവരായിരിക്കും ഇന്ന്, അങ്ങനെ എന്തുവാണ്. പക്ഷെ ഇവിടെ ഗിവ് യുവർ സെൽസ് ഫുള്ളി ടു ദ ലോർഡ്, വർക്ക് ഓഫ് ദ ലോർഡ്. നിങ്ങളെ തന്നെ പൂർണ്ണമായും അതിനായി സമർപ്പിപ്പിൻ. ഞാൻ ചോദിക്കട്ടെ, പൊതുവെ സഭകളിൽ ശുശ്രൂഷകർ, വിശ്വാസികൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. സത്യത്തിൽ അത് കറക്റ്റല്ല. ശരിക്കും വരേണ്ടത് എല്ലാവരും ശുശ്രൂഷകരാണ്, എല്ലാവരും വിശ്വാസികളുമാണ് അല്ലേ? ശുശ്രൂഷകർ വിശ്വാസികളല്ലേ? വിശ്വസിക്കുന്നില്ലേ? അതുപോലെ എല്ലാ വിശ്വാസികളും ശുശ്രൂഷിക്കട്ടെ. ചിലർ ഫുൾ ടൈമാണ്, ചിലർ പാർട്ട് ടൈമാണ്. അപ്പോൾ വിളിക്കനുസരിച്ച് ചെയ്താൽ മതി. ചിലരെ പൂർണ്ണസമയം ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരുണ്ട്. ഒരു കാലത്ത് ഞാൻ പാർട്ട് ടൈമായിരുന്നു, ഇന്ന് ഞാൻ ഫുൾ ടൈമാണ്. പക്ഷേ ഫുൾ ടൈം ആയാലും പാർട്ട് ടൈം ആയാലും ലൈഫ് ഈസ് ഫോർ ക്രൈസ്റ്റ്. ചിലർ ഫുള്ളി ദൈവവേല മാത്രം ചെയ്തു, മറ്റൊരാൾ ചിലപ്പോൾ 9 to 5 ജോലി ചെയ്യുന്നു, ബാക്കി സമയം ദൈവവേല ചെയ്യുന്നു. അപ്പോൾ അവർ ഓർക്കേണ്ടത് ഞങ്ങൾ പാർട്ട് ടൈം ആണല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. യു ആർ ഫുൾ ടൈം ചിൽഡ്രൻ ഓഫ് ഗോഡ്, യു ആർ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആൻഡ് പാർട്ട് ടൈം വർക്കേഴ്സ്. പാർട്ട് ടൈം മിനിസ്റ്റേഴ്സ് അല്ല. കേട്ടില്ല എന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചായിരുന്നു. പാർട്ട് ടൈം മിനിസ്ട്രി എന്നൊരു സാധനമില്ല. ഒരു നേഴ്സാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എൻജിനീയർ ആകാം, ഒരു അക്കൗണ്ടൻ്റ് ആകാം. അപ്പോൾ പകൽ ജോലിയുണ്ട്, ബാക്കി സമയം അപ്പോൾ ഞാൻ പാർട്ട് ടൈം മിനിസ്ട്രി ഒക്കെ ചെയ്യുന്നത് അല്ല. ഫുൾ ടൈം മിനിസ്ട്രി പാർട്ട് ടൈം ജോബുമാണ് എന്നേ അതിനെ കണക്കാക്കുക. അങ്ങനെ വേണം നമ്മൾ കാണാൻ. കാരണം ഓൾവേസ് ഗിവ് യുവർ സെൽവ്സ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. സോ കമ്മിറ്റ്മെൻറ്റ് ഈസ് മെച്യൂരിറ്റി ഇൻ മോഷൻ. അതായത് ചലിക്കുന്ന പക്വതയാണ് കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത എന്ന് പറയുന്നത്, അർപ്പണ മനോഭാവം എന്ന് പറയുന്നത്. പ്രതികൂലമായ ഒരു കാലാവസ്ഥയും ഇല്ല, നല്ല കാലാവസ്ഥയും ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നൊരു സമയത്തല്ല ഒരു പാലം പണിതാൽ അതിൻ്റെ ഉറപ്പ് നിശ്ചയിക്കുന്നത്. ഒരുപക്ഷെ ഒരു മലവെള്ളപ്പാച്ചിലിൽ, കാലവർഷം വരുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ, വേറെ പല പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും. ആ സമയത്താണ് പാലത്തിൻ്റെ ബലം പരിശോധിക്കപ്പെടുന്നത്. ഇതുപോലെ നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ വർക്ക്, നമ്മുടെ ലൈഫ് എല്ലാം ടെസ്റ്റുകളിലൂടെ,
ട്രയലുകളിലൂടെ പോകും. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് ക്യാരീസ് വെയ്റ്റ് വിതൗട്ട് കൊളാപ്സിങ്. തകർന്ന് ഇടിഞ്ഞ് വീണു പോകാതെ ഭാരം ചുമക്കുവാനുള്ള, ഭാരം വഹിക്കുവാനുള്ള കഴിവാണ് കമ്മിറ്റ്മെൻറ്റ്. അതുപോലെ എന്ത് വന്നാലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. നമ്പർ 2, കമ്മിറ്റ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡ്സ് സീസൺസ്. കമ്മിറ്റ്മെൻറ്റിൻ്റെ അടുത്ത പ്രത്യേകത അഥവാ സമർപ്പണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സമർപ്പണത്തിന് കാലഘട്ടങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഗലേഷ്യൻസ് 6:9, ഗലാത്യലേഖനം 6:9, അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ്. കൃത്യസമയത്ത് നാം കൊയ്യും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പറയാൻ കാരണം, there is a planting season, there is a waiting season, there is a harvesting season. നടുവാനൊരു കാലം, അത് വളർന്ന് അതിൻ്റെ റീപ്പിംഗ് ടൈമിലേക്ക് വരുന്നൊരു കാത്തിരിപ്പിൻ്റെ കാലം, പിന്നീടൊരു കൊയ്ത്ത് കാലം. ഇതൊക്കെയുണ്ട്. ഇവിടെ എല്ലാം ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിൽ മാത്രമേ തക്ക സമയത്ത് കൊയ്യുകയുള്ളൂ. തക്ക സമയം എന്താണ്? ഹാർവസ്റ്റ് സീസൺ. അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ ഇട്ടിട്ട് പോയാലോ? ഇംപേഷ്യൻസ് അപ്രൂട്ട്സ് വാട്ട് പെർസിവിയറൻസ് വുഡ് ഹാവ് ഗ്രോൺ. സ്ഥിരോത്സാഹത്തോടുകൂടി നിന്നിരുന്നെങ്കിൽ വളർന്നു വലുതായേക്കാമായിരുന്ന കാര്യങ്ങളെ അക്ഷമ കൊണ്ട് നമ്മൾ പിഴുതെടുക്കും. എന്ന് വെച്ചാൽ, സ്ഥിരോത്സാഹമുണ്ടെങ്കിൽ അത് വളർന്ന് 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 പന്തലിക്കും. എന്നാൽ സ്ഥിരോത്സാഹം നഷ്ടപ്പെട്ട് അക്ഷമ അകത്ത് കയറിയാൽ ഇതെല്ലാം പറിച്ചു കളയുന്നതിന് തുല്യമാണ്. ഫലം ഉളവാകില്ലെന്നർത്ഥം. വചനങ്ങൾ കുറിച്ച് വയ്ക്കാമോ? എക്ലീസിയാസ്റ്റസ് 3:1, there is a time for everything. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പറഞ്ഞേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കമൻറ്റ് സെക്ഷനിൽ, ലൈവ് ചാറ്റിൽ എവിടെയാണോ പറ്റിയത് അവിടെയൊക്കെ കട്ട് ചെയ്തിടുക. സാം 126 വേഴ്സസ് 5 and 6, 126 സങ്കീർത്തനത്തിൻ്റെ 5-6 വചനങ്ങൾ നോക്കുമ്പോൾ, those who sow in tears will reap with songs of joy. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? അനേകർ കാണട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 2 Thessalonians 3:13, 2 തെസ്സലോനിക്കർ 3:13, never tire of doing what is good. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും നാം തളർന്നു പോകരുത്. കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണമെന്നാണ് ഈ പറയുന്നത്. സമർപ്പണം ഉണ്ടാകണം. ടൈമിംഗ് ബിലോങ്സ് ടു ഗാഡ്. കാരണം സമയവും കാലവും നിയന്ത്രിക്കുന്നത് നമ്മളല്ല, കർത്താവാണ്. കർത്താവാണ് സമയങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. കൺസിസ്റ്റൻസി ബിലോങ്സ് ടു അസ്. എന്നാൽ സ്ഥിരതയോടെ പിടിച്ചു നിൽക്കേണ്ടത് നമ്മളാണ്. പ്രത്യേകിച്ച് മെച്യൂരിറ്റിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന യുവതീയുവാക്കന്മാർ, ബാലന്മാർ, ഒരു 45-50 അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരുവിധം മെച്യൂർഡാകുമല്ലോ. അതിനു മുമ്പാണ് അധികവും ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്നത്. വേഗത്തിൽ കാര്യങ്ങൾ നടക്കണം, വേഗത്തിലൊന്നും, അല്ലെങ്കിൽ അൺറൈപ്പ് ഒരു രീതിയിലേക്കൊക്കെ പോകുന്നത്. നമ്പർ 3, കമ്മിറ്റ്മെൻറ്റ് റെസിസ്റ്റ് ദ ഏർജ് ടു ക്വിറ്റ്. വിട്ടുകളയുവാനുള്ള ത്വര അല്ലെങ്കിൽ വിട്ടുകളയുവാനുള്ള പ്രേരണയെ എതിർത്ത് നിൽക്കുന്നത് അർപ്പണ മനോഭാവമാണ്, സമർപ്പണമാണ്. നമുക്കെല്ലാവർക്കും ഉണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയാനുള്ള പ്രേരണ. ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്, അവിടെ പറയുന്നു, നമ്മൾ തളർന്നു പോകാതിരുന്നാൽ, നിർത്തിക്കളയാതിരുന്നാൽ, വിട്ടുകളയാതിരുന്നാൽ, പിടിച്ചു നിന്നാൽ, ദി എനിമി കനോട്ട് സ്റ്റോപ്പ് വാട്ട് ഹീ കനോട്ട് ഡിസ്കറേജ്. അഥവാ ശത്രുക്കളുടെ പരിപാടി, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പരിപാടി, പിശാചിൻ്റെ പരിപാടി ആദ്യം ഡിസ്കറേജ്മെൻറ്റ് കൊണ്ടുവരും. അതിഭയങ്കരമായി എങ്ങനെ പറയുന്നത്, ഒരു ഉള്ളിലൊരു നിരാശ വരും. പ്രത്യേകിച്ച് ഞാൻ പറയാം, ദൈവവേല ചെയ്യുന്നവരുടെ അകത്ത് വരാൻ സാധ്യതയുള്ള, അതായത് ഒട്ടുമിക്കവാറും ദൈവവേലക്കാരുടെ അകത്ത് വരുന്നൊരു സാധനമാണ് നിരാശ. അതിനേറ്റവും നല്ല തെളിവാണ് പഴയ നിയമത്തിലെ അഗ്രഗണ്യനായൊരു പ്രവാചകൻ ഏലിയാവ്. താൻ ചെയ്ത ശുശ്രൂഷ ചെറുതാണ്, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചരിത്രത്തിൽ? യുണീക്കായി അതുപോലെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ആ മനുഷ്യൻ്റെ അകത്ത് നിരാശ വന്നിട്ട്
ഹി ബിക്കം സൂയിസൈഡൽ. എന്നിട്ട് പറയുന്ന, കർത്താവേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, എൻ്റെ ജീവൻ അങ്ങ് എടുത്തേക്ക്. എനിക്ക് ശുശ്രൂഷയും വേണ്ട, എനിക്കൊന്നും വേണ്ട, എല്ലാം മതി. എപ്പോഴാണ് ഇത്രയും വലിയ ഹൈറ്റിൽ ഒരു സക്സസ് കണ്ട ശേഷം. അപ്പോൾ ഏത് ശുശ്രൂഷകരുടെ അകത്ത് പോലും നിരാശ വരാം. നിങ്ങളുടെ അകത്ത് വരാം, എൻ്റെ അകത്ത് വരാം, പ്രത്യേകിച്ച് ദൈവവേലയിൽ നിൽക്കുന്നവരുടെ അകത്ത്. ഇനി അല്ലാത്തവർ ഒരു ടീച്ചിങ് ജോലി ചെയ്യുന്നു, നഴ്സിംഗ് ജോലി ചെയ്യുന്നു, ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു, ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു, വീഡിയോ എഡിറ്ററായിട്ട് ജോലി, എന്തുമായിക്കോട്ടെ, കുറേ കഴിയുമ്പോൾ അങ്ങ് മടുപ്പ് വരും. എല്ലാ ഫീൽഡിലും അത് വരണമെന്നല്ല പറയുന്നത്, വരാം. അപ്പോൾ അവിടെ ഈ ഡിസ്കറേജ്മെൻറ്റ് നമ്മുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്ന മന്ത്രണം എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ടു സ്ലോ. ഇത് പതുക്കെ പതുക്കെയായി കാര്യം പോകുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് ടു ഹാർഡ്. എന്ത് കഷ്ടപ്പാടാണപ്പാ, കേട്ടിട്ടുണ്ട്. അടുത്തത്, നോ വൺ നോട്ടീസസ്. ഇതൊക്കെ ചെയ്തിട്ട് ഒരാൾ പോലും ഞാൻ ചെയ്യുന്നതൊന്ന് മൈൻഡ് ചെയ്യുമോ, എന്നൊന്ന് അഭിനന്ദിക്കുകയോ, എന്നൊന്ന് എൻകറേജ് ചെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എന്നാൽ കമ്മിറ്റ്മെൻ്റ് എന്താ പറയുന്നത് അറിയാമോ? കമ്മിറ്റ്മെൻറ്റ്, കം വാട്ട് മേ, ഐ വിൽ ഫിനിഷ് ദിസ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ കർത്താവുമായി ഒരുമിച്ച് തുടങ്ങി ഈ പദ്ധതി ഞാൻ തീർക്കും. വചനങ്ങൾ തരാം. ഹീബ്രൂസ് 12:3, എബ്രായ ലേഖനം 12:3, കൺസിഡർ ഹിം ഹു എൻജോർഡ് സച്ച് ഓപ്പോസിഷൻ. ഇപ്രകാരം പാപികളാൽ പരീക്ഷിക്കപ്പെട്ട അവനെ ഓർത്തുകൊള്ളുവിൻ. ആരെയാണ്? യേശു കർത്താവൻ. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. ആ കഷ്ടത അവൻ സഹിച്ചു. ഫിലിപ്പ് ലേഖനം 3:14 നോക്കാമോ? ഫിലിപ്പിൻസ് 3:14, പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ. ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. 2 Corinthians 4:16 നോക്കാമോ? 2 Corinthians 4:16, therefore we do not lose heart. എങ്കിലും ഞങ്ങൾ ക്ഷീണിച്ച് പോകുന്നില്ല, തളർന്നു പോകുന്നില്ല, നിരാശപ്പെടുന്നില്ല. So the breakthrough often stands just beyond the quitting point. ഇപ്പം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ തുടങ്ങി ഒരു കാര്യം ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പോഴാണ് നമുക്ക് മടുത്ത് പിന്മാറാൻ തോന്നുന്നത്. അതിൻ്റെ തൊട്ടടുത്തതായിരിക്കും വിടുതൽ, തൊട്ടടുത്തായിരിക്കും വിജയം. ചുരുക്കി പറഞ്ഞാൽ, വിജയത്തിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പാണ് പിന്മാറാനുള്ള ഏറ്റവും വലിയ പ്രലോഭനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, യേശു കർത്താവിന് ഏറ്റവും വലിയ പ്രലോഭനം നേരിട്ടത് എപ്പോഴാണെന്നറിയാമോ? മരുഭൂമിയിൽ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് 40 ദിവസം ഉപവസിക്കുമ്പോൾ പരീക്ഷകനടുത്ത് വന്ന് 3 ഭയങ്കരമായ പരീക്ഷകൾ ചെയ്തു. ഫാസ്റ്റിങ്ങിൻ്റെ അവസാനം അതായിരുന്നില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനം. പിന്മാറാനുള്ള, അവിടെ വെച്ച് സാത്താനെ ദൂരെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് പോയി, ശുശ്രൂഷിച്ചു, വലിയ മിറക്കിൾസ് ചെയ്തു, ആരും ചെയ്യാത്തതെല്ലാം ചെയ്തു, വെള്ളത്തിൻ്റെ മീതെ നടന്നു, അപ്പത്തെ വർദ്ധിപ്പിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ ക്രൂശിൽ കയറുന്നതിൻ്റെ തലേ രാത്രിയിൽ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് കഴിയുമെങ്കിൽ ഇത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. So till the last moment he was tempted to quit. പക്ഷെ പെട്ടെന്ന് കർത്താവ് നമ്മെ ഓർത്ത്, ഞാനങ്ങനെ വിശ്വസിക്കുന്നു, നമ്മുടെയൊക്കെ മുഖവും കണ്ടു കാണും. ഞാനിത് ഇത്രയും വരെ എത്തിച്ചിട്ട് ഞാനിത് പിന്മാറിപ്പോയാൽ ഈ മനുഷ്യരുടെ വീണ്ടെടുപ്പ് എന്താവും? പിതാവ്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വാവ്! കമ്മിറ്റ്മെൻറ്റ് പ്രൊഡ്യൂസസ് ഹാർവെസ്റ്റ്. സമർപ്പണം കൊയ്ത്തിനെ ഉളവാക്കുന്നു. ഹാർവെസ്റ്റ് ഈസ് ഗ്യാരണ്ടീഡ് ഇഫ് ക്വിറ്റിംഗ് ഈസ് റെഫ്യൂസ്ഡ്. നമ്മൾ വിട്ടുകളയുന്നത് അവസാനിപ്പിക്കാം. വിട്ടുകളയുന്നില്ലെങ്കിൽ, വിട്ടുകളയാതിരുന്നാൽ, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയാതിരുന്നാൽ കൊയ്ത്ത് ഗ്യാരണ്ടീഡാണ്. തീർച്ചയായിട്ടും കൊയ്യും. ഗോഡ് ടൈസ് ഫ്രൂട്ട്ഫുൾനെസ് ടു പെർസിവിയറൻസ്. കർത്താവ് ചെയ്തിരിക്കുന്നത് ഫലപ്രാപ്തിയെ സ്ഥിരോത്സാഹവുമായി കർത്താവ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജോൺ 15:4,
യോഹന്നാൻ്റെ സുവിശേഷം 15:4 റിമെയിൻ ഇൻ മീ ആൻഡ് യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. എന്നിൽ വസിക്കുമെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ചാടിക്കളയരുത്, ഇടയ്ക്ക് വെച്ച് പോയി കളയരുത്. യു ഹാവ് ടു ഡ്വൽ ഇൻ മീ, യു ഹാവ് ടു അബൈഡ് വിത്ത് മീ. റോമൻസ് 2:7 പറയുന്നത്, റോമാലേഖനം 2:7, ടു ദോസ് ഹൂ ബൈ പെർസിസ്റ്റൻസ് ഇൻ ഡൂയിങ് ഗുഡ് സീക്ക് ഗ്ലോറി, ഓണർ ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ഹി വിൽ ഗിവ് ഇറ്റേണൽ ലൈഫ്. എന്ന് വെച്ചാൽ ഒട്ടും മടുത്തു പോകാതെ തുടർമാനമായി ദൈവത്തിൻ്റെ മഹത്വം, മാനം, അവൻ്റെ അദ്രവത്വം ഇതൊക്കെ തേടുന്നവർ നിത്യജീവൻ പ്രാപിക്കും. ഇങ്ങനൊരു വചനം കൂടെ നോക്കാം. ജെയിംസ് ചാപ്റ്റർ 5:7-8, യാക്കോബിൻ്റെ ലേഖനം 5:7-8 വചനങ്ങൾ. ബി പേഷ്യൻറ്റ്, ദ ലോർഡ്സ് കമ്മിങ് ഈസ് നിയർ. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിപ്പിൻ, ദീർഘക്ഷമയോടുകൂടി ഇരിക്കുവിൻ. ദ ലോർഡ്സ് കമ്മിങ് ഈസ് നിയർ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതൊരു ഭയങ്കര സംഭവമല്ലേ? കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേ പ്ലാന്റഡ്. നമ്മൾ വേരിറങ്ങി അല്ലേ കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ പ്ലാന്റഡായി നടുതലകളായി നിൽക്കണം. സ്റ്റേ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരായി നിൽക്കണം. സ്റ്റേ സ്റ്റഡി, ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ ഡു നോട്ട് മെഷർ യുവർ സക്സസ് ബൈ സ്പീഡ്. വേഗത മാത്രമല്ല നിങ്ങളുടെ വിജയത്തെ നിശ്ചയിക്കുന്നത്. മെഷർ ഇറ്റ് ബൈ ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തത കൊണ്ടുകൂടെ അതിനെ അളക്കണം. വിശ്വസ്തരാണോ? പെർസിവിയറൻസ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്. കാരണം നമ്മൾ സ്ഥിരോത്സാഹത്തോടുകൂടെ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് ഫലമുളവാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവസാനമായിട്ട് എനിക്ക് ഈ ആഴ്ചയിൽ പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. കമ്മിറ്റ്, കണ്ടിന്യൂ, കംപ്ലീറ്റ്. ആദ്യം അർപ്പണബോധത്തോടെ നിൽക്കുക, തുടരുക, പൂർത്തിയാക്കുക. പ്രാർത്ഥിക്കട്ടെ, കൈനീട്ടെ. കർത്താവേ, ഈ കമ്മിറ്റ്മെൻറ്റിലേക്ക് ഞങ്ങളെല്ലാവരെയും നടത്തണം. ബൈബിൾ വായിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, ഞായറാഴ്ച ദൈവത്തെ ഫിസിക്കലായി പോയി ആരാധിക്കുന്നതിലൊക്കെ തുടർച്ചയായി നിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കൈനീട്ടിരിക്കുന്നവർ ഇപ്പോൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണമേ. ആരോ ഒരാൾക്ക് നട്ടലിന് ഭയങ്കരമായ വേദനയുമായിട്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലീഡിംഗ് ഉള്ള ചിലർ സൗഖ്യമാകുന്നു. അതുപോലെ ഈ വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ കർത്താവിനോട് പറയുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യമാകട്ടെ. ആമേൻ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ചയാണ് നമ്മൾ മോർണിംഗ് ഗ്ലോറിയിലൂടെ വീണ്ടും കാണുന്നത്. പക്ഷേ നാളെ സൺഡേ കഴിയുന്നത്ര ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലേക്ക് വന്ന് നേരിട്ട് കർത്താവിനെ ആരാധിക്കണം. ഗോഡ് ബ്ലെസ് യു. സീ ഓൺ മൺഡേ. നാളെ നമുക്ക് ചർച്ചിലും കാണാം. ബൈ.